UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന കടമ്പ ഇൻ്റർവ്യൂ എന്നല്ല അറിയപ്പെടുന്നത്, മറിച്ച് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ UPSC ഒരു കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റിയാണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സത്യസന്ധനായ ഒരു വ്യക്തിയാണോ എന്നുള്ളത് ചോദ്യങ്ങളിലൂടെ അവർ വിലയിരുത്തും. UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിൽ 5 പേരാണുള്ളത്. അതിൽ ഒരാൾ സൈക്കോളജിസ്റ്റാണ്. നിങ്ങളുടെ ഉത്തരങ്ങളുടെ സ്വാഭാവികത, നിങ്ങൾ പറയുന്നത് ശരിയാണോ, ഒപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ആശയത്തോട് കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ബോർഡിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിത്വം, അതൊരു ഫിലോസഫറായിരിക്കും, അദ്ദേഹവും ഐഡൻറ്റിഫൈ ചെയ്യും. UPSC ഇൻ്റർവ്യൂവിലേക്ക്, സിവിൽ സർവീസസ് ഇൻ്റർവ്യൂവിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കണ്ണാടിയുടെ മുമ്പിൽ സംസാരിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കണം. നിങ്ങളുടെ മോക്ക് ഇൻ്റർവ്യൂസിൻ്റെ വീഡിയോസ് കണ്ട് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതും കൃത്യമായി നോക്കണം. പരമാവധി മോക്ക് ഇൻ്റർവ്യൂസിൽ പങ്കെടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. അബ്സല്യൂട്ട് IAS അക്കാഡമിയിൽ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ നൽകുന്നതിന് കേരളത്തിലെ ഏറ്റവും മികച്ച പാനലിനെയാണ് എല്ലായ്പ്പോഴും കൊണ്ടുവരുന്നത്. ഇത്തവണത്തെ ഞങ്ങളുടെ പാനലിൽ UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന റോയ് പോൾ IAS, ഒപ്പം മുൻ DGP ഋഷിരാജ് സിംഗ് സർ, അതുപോലെ തന്നെ മുൻ DGP ആയിരുന്ന ഡോക്ടർ B സന്ധ്യ, UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിൽ അംഗമായിരുന്ന സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, ഒപ്പം സൈക്കോളജിസ്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാനലാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പാനലുകളുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കൃത്യമായി എടുത്ത് നിങ്ങൾ ഒരുങ്ങുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും മികച്ച വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. 275 മാർക്കിലാണ് ഇൻ്റർവ്യൂ നടക്കുക. ഇത്തവണ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് 215 വരെ മാർക്ക് ലഭിക്കുകയുണ്ടായി. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന UPSC ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എടുക്കാം. അബ്സല്യൂട്ടിലെ തന്നെ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ആതിര സുഗതൻ ഇത്തവണ ഇൻ്റർവ്യൂ എടുത്തത് മലയാളത്തിലാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇൻ്റർവ്യൂവിന് നന്നായി ഒരുങ്ങുക. നിങ്ങൾക്ക് ഡിബേറ്റിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുകയാണ് എങ്കിൽ, പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ അവസരം കിട്ടുകയാണ് എങ്കിൽ അതൊക്കെ പരമാവധി വിനിയോഗിക്കണം. ഒപ്പം നിങ്ങൾ പഠിച്ച വിഷയത്തെക്കുറിച്ചും ഒരു നല്ല ധാരണ വളർത്തിയെടുക്കുക. ഉറപ്പായും നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും.